ഇത് 2009 വണ്ടി, ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. ഓൾട്ടോ 75,000 കിലോമീറ്ററാണ് മീറ്റർ കാണിക്കുന്നത്. ഇത് 2011 മോഡല് ഡീസൽ i20 ആണ്. മാഗ്നയാണ്. അലോയ് വീലൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറൊക്കെ ആവറേജ് കണ്ടീഷൻ. ഇത് 2014 മോഡല് പെട്രോൾ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ എന്ന് പറയാം. വി എന്ന് പറയുന്ന വേരിയൻ്റാണ്. പെട്രോളാണ്. 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ അടുത്തതൊരു ചെറിയൊരു ലോ ബഡ്ജറ്റ്, അതായത് ചെറിയൊരു ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഓൾട്ടോ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇത് 2016 മാനുഫാക്ചറിങ് രജിസ്ട്രേഷനുള്ള ഇയോണാണ്. ഇതൊരു ലോ ബഡ്ജറ്റാണ്. 2019 മേക്ക് 20 രജിസ്ട്രേഷനുള്ള ഡാറ്റ്സൺ റെഡിഗോയാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ തന്നെയാണ്. കാവനാട് എന്ന് പറയുന്ന കുരീപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. മോട്ടോ ഹൈ മോട്ടോസ് എന്ന് പറയുന്ന ഷോപ്പിലാണ്. നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ ഒരു 2-2.5 മാസം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വണ്ടികളുമായിരുന്നു. അതേപോലെ തന്നെ റീസണബിൾ പ്രൈസിനുള്ള ഒരു ഷോപ്പ് കൂടിയാണ്. അന്ന് നമ്മൾ വീഡിയോ ഇട്ടപ്പോഴും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് മാന്യമായ വിലയുള്ള ഒരു ഷോപ്പാണ്, ഇനിയും വരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പോഴും ഒരു 10-15 വണ്ടി അടുപ്പിച്ച് നല്ല വണ്ടികൾ വന്ന് കയറിയിട്ടുണ്ട്. 1,30,000 രൂപ മുതൽ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ ഇവിടെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പുതിയ വീഡിയോ ആരംഭിക്കുകയാണ്. അപ്പോൾ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന അതേ വ്യക്തി തന്നെ വിഭു. ഇത്തവണത്തെ നമ്മളെ ഇവിടുത്തെ ഷോപ്പിൻ്റെ ഒരു പ്രൈസൊക്കെ എങ്ങനെയാണ്? കഴിഞ്ഞ പ്രാവശ്യം വളരെയധികം റീസണബിൾ ആയിരുന്നു. അപ്പോൾ ഇത്തവണ അങ്ങനെ തന്നെ തുടരും? അല്ല, നമ്മളെല്ലാ തവണ അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഏകദേശം എത്ര രൂപയുള്ള വണ്ടികളൊക്കെയാണ് ഇപ്പം കിടക്കുന്നതിൽ ഏറ്റവും കുറവുണ്ട് പറയുമ്പോൾ ഒരു 2009 ഓൾട്ടോ കിടപ്പുണ്ട്. ടെസ്റ്റ് കഴിഞ്ഞുണ്ട്. അതിൽ നിന്ന് പിന്നെ അങ്ങോട്ടൊരു വലിയ വണ്ടികളോട്ട് ഏകദേശം എത്ര രൂപ വരെയൊക്കെ ഉണ്ട് നമ്മളിൽ ഇപ്പോൾ ഇവിടെ സ്റ്റോക്കിൽ? നമുക്കൊരു 6 ലക്ഷം രൂപ വരെയുള്ള വണ്ടികൾ കിടപ്പുണ്ട്. പിന്നെ വലിയ വണ്ടികൾ ഇപ്പോൾ 7 സീറ്റ് ക്രിസ്റ്റ കിടപ്പുണ്ട്. ഇപ്പം ഷോപ്പിലില്ല. ക്രിസ്റ്റ കിടപ്പുണ്ട്. പിന്നെ പോള് GT കിടപ്പുണ്ട്. GT DSI കിടപ്പുണ്ട്. പിന്നെ ഒരു ഫോർച്യൂണർ 2010 വണ്ടികൾ. അപ്പോൾ വലിയ വണ്ടികളും കിടപ്പുണ്ട്. ഇപ്പം കടയിൽ എപ്പോഴും സ്റ്റോക്ക് കാണണമെന്നില്ല. അത്രയും വലിയ വണ്ടി പ്രതീക്ഷിക്കുന്നവർക്കും ഇവരെ വിളിച്ച് ചോദിക്കാന്നുള്ളതാണ്. വണ്ടി ഇപ്പൊ സ്റ്റോക്ക് ഇവിടെ എടുത്തിട്ടില്ല എന്നുള്ളത്. നമ്മളൊരു ക്രിസ്റ്റയൊക്കെ 2019 വണ്ടികളൊക്കെ, അതൊക്കെ ഏതാണ്ട് ഒരു 19 രൂപ റേഞ്ചൊക്കെ പോകും. ഫോർച്യൂണറൊക്കെ 10 ലക്ഷം രൂപ. വീഡിയോ കാണാൻ വരുന്നവരെല്ലാം സാധാരണക്കാരാണ്. അവർക്കൊന്നും 19 ലക്ഷം രൂപയുടെ വീഡിയോ കാണിച്ചു തന്നിട്ട് പ്രയോജനമൊന്നും ഇല്ല. അങ്ങനെ ഉണ്ടായി നിങ്ങൾ പറയണം. ബെൻസൊക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ട്. ഞാൻ എടുക്കാത്തതെന്ന് പറഞ്ഞാൽ അത്രയും വലിയ വണ്ടി എടുക്കാനുള്ള ഒരു വീഡിയോ കാണില്ല എന്നുള്ളതുകൊണ്ടാണ് അത് എടുക്കാത്തത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ പറ, നമുക്ക് അതുകൂടി എടുക്കാം. വണ്ടി നമ്മളിൽ എല്ലാ ബ്രാൻഡും ചെയ്യും. അങ്ങനെ പ്രീമിയം ബെൻസ് BM ഒന്നും ഇല്ല. ഏതാണെങ്കിലും നമുക്ക് എടുത്തു കൊടുക്കാം. ബെൻസൊക്കെ ഡൽഹി വണ്ടികൾ വേണമെങ്കിൽ നമ്മൾ അവിടെ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് ഇപ്പം ഈ പറയുന്നതൊക്കെ ഡൽഹി, കേരളത്തിലാണെങ്കിൽ പോലും ഡൽഹിയിലൊക്കെ ബിസിനസ് ഉള്ളവർക്ക് അവിടെ കട്ടേഴ്സ് കാണും. അപ്പോൾ അവിടെ തന്നെ അവർക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ക്ലാസ് ആണെങ്കിലും എല്ലാം എടുത്തിട്ടുണ്ട്. കൊണ്ടുവരുന്ന താമസം മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ഈ സ്ഥാപനം കറക്റ്റ് എവിടെയാണെന്നൊന്ന് പറഞ്ഞു. നമ്മളുടെ ഷോപ്പിന് ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊല്ലം കുരീപ്പുഴ, അതായത് കൊല്ലം ബൈപ്പാസ്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു എറണാകുളം സൈഡിൽ നിന്ന് വരുന്ന കസ്റ്റമറിനാണെങ്കിൽ കൊല്ലം ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് അതായത് എറണാകുളം സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് കാവനാണ് കൊല്ലം ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം സൈഡിൽ നിന്നാണ് വരുന്നൊരു കസ്റ്റമറിനെങ്കിൽ കൊല്ലം ബൈപ്പാസിന്റെ എൻഡ്. ആ തിരുവനന്തപുരം സൈഡിൽ നിന്ന് ഒരാൾ വരുമ്പം അവര് മേവറത്തുനിന്നാണ് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എൻഡ് ബൈപ്പാസിന്റെ അങ്ങറ്റം വരണം. അപ്പൊ കണ്ടുപിടിക്കാൻ അതുകൊണ്ട് തന്നെ എൻഡും സ്റ്റാർട്ടും മാത്രം നോക്കിയാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ. പത്തനംതിട്ട സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് ബൈപ്പാസിന് നടുക്കാവാണ് ഇറങ്ങുന്നത്. കല്ലും താഴോട്ട് പറയും. അതായത് ഇവിടുന്ന് 6 കിലോമീറ്റർ കല്ലും താഴത്തോട്ട്, അവിടുന്ന് മേപ്പുറത്തേക്ക് 4 കിലോമീറ്റർ. അപ്പോൾ നടുക്ക് വന്ന് ഇറങ്ങും. പത്തനംതിട്ട കോട്ടയം സൈഡ്, കാരണം ഇവരെല്ലാം കൊട്ടാരക്കഴി ആയിരിക്കും വരുന്നത്. അതെല്ലാവരും വന്ന് ഇറങ്ങുന്ന കല്ലുന്നാഴത്തായിരിക്കും. കല്ലുന്നാഴത്ത് റൈറ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കാം. പിന്നെ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന ഒരു സ്വിഫ്റ്റ് ആണ്. ഇതൊരു ഡീസൽ, അതായത് VDI ഓപ്ഷനിൽ വരുന്ന 2010 മോഡൽ വണ്ടിയാണ്. നിലവിലിപ്പോൾ മാർച്ച് ടെസ്റ്റ് വരും. ടാക്സും ഇൻഷുറൻസ് എല്ലാം നിലവിൽ കഴിഞ്ഞ് കിടക്കുകയാണ്. നമ്മളിതെല്ലാം എടുത്തു കൊടുക്കും. 2000 ഓൺഷിപ്പ് സെക്കൻഡ് 136 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലാണോ? ഡീസൽ വണ്ടി VDI. ടൈമിംഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
സർവീസൊക്കെ കഴിഞ്ഞ് നടക്കുന്ന വണ്ടിയാണ്. സർവീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വരുന്ന കസ്റ്റമേഴ്സിന് വല്ല മെക്കാനിക്കിനെ കാണിക്കണോ അല്ലെങ്കിൽ ആളെ കൊണ്ടുവരുന്നവർക്ക് കൊണ്ടുവരാം, കാണിക്കാം. വണ്ടിക്ക് അകമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, അങ്ങനത്തെ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, ഗ്ലാസ് മാറിയിട്ടില്ല. ഇടിച്ചാണോ? വണ്ടി ഇടിച്ചിട്ട് മാറിയാണോ? എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ചെയ്തായിരിക്കണം. ഒന്ന് ബോണ്ട് പൊക്കി കാണിക്കാം. പിന്നെന്താ, ഈ ചെറിയ ടച്ച് ആൻഡ് പോളിഷുള്ള പരിപാടി ടെസ്റ്റിന് ടൈം മാർച്ച് ഇപ്പോൾ ടെസ്റ്റ് വരുമല്ലോ, അപ്പം ചെയ്യാൻ വെച്ചേക്കാം. ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ്. റേറ്റ് എങ്ങനെയാ അത് പറയാം. റേറ്റ് വരുമ്പോഴത്തേക്ക് 2,10,000 രൂപ. അപ്പം ഈ ടെസ്റ്റ് ചെയ്യാതെ അതിന് മുമ്പാണ് കച്ചവടം നടക്കുന്നെങ്കിൽ? അല്ല, ഇതിപ്പം വണ്ടി ഇപ്പം ഇന്നാണെങ്കിൽ കച്ചവടം ആവുന്നെങ്കിലും ടാക്സ് ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. പിന്നെ മാർച്ചിലാണ് ഡേറ്റ് വരുന്നത്. ആ സമയമാകുമ്പോൾ ബാക്കി ടെസ്റ്റിനുള്ള ഫീസ് അടച്ച് ചെയ്താൽ മതി. കാരണം ടാക്സ് ഏകദേശം ഒരു 11 രൂപ ടാക്സ് വരും, ഇൻഷുറൻസ് 4,000 രൂപ. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതാണല്ലോ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ടെസ്റ്റ് ഫീസിന്റെ എമൗണ്ട് മാത്രം 2,000 രൂപ 2,500 രൂപ അടയ്ക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടുന്ന് ചെയ്തു തരും. ടയറൊക്കെ ഒരു ആവറേജ് ടയറേ കിടപ്പുള്ളൂ? ടയറൊക്കെ അത്യാവശ്യം കിടപ്പുണ്ട്. എന്നാലും ടെസ്റ്റ് പാസ്സാണുള്ള ടയർ ഞാൻ കിടപ്പുണ്ട്. ഓക്കെ, ബോണ്ട് നോക്കുകയാണെങ്കിൽ പിന്നെന്താ, അബ്രോൺ സൈഡെല്ലാം നോക്കിക്കോ, അതൊന്നും കുഴപ്പമില്ല അല്ലേ? അതൊന്നും കുഴപ്പമില്ല. ബോണറ്റ് മാറിയിട്ടുണ്ട്, കേട്ടോ, പേസ്റ്റിംഗ് ഇല്ല. പേസ്റ്റിംഗ് ഇല്ല. ഓക്കെ, ബോണ്ട് മാത്രമല്ലേ മാറിയിട്ടുള്ളൂ? വേറെ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഇങ്ങോട്ടൊന്നും ഇടിയും കയറിയിട്ടില്ല, അകത്തോട്ടൊന്നും വന്നിട്ടില്ല. ഇല്ല. ചിലപ്പോൾ ഈ പറയുന്ന വല്ല ബൈക്കുകാരോ വല്ല ഒന്ന് വന്ന് ഇടിക്കുമ്പോഴേ, നോർമലി അറിയാമല്ലോ ബോണറ്റാണ് ഈ ഇരിക്കുന്നത്. ബോണറ്റും ബമ്പറും എങ്ങനെയൊക്കെ മാറുന്ന രീതിയിൽ മാറുന്നതായിരിക്കും. ഇത് 2009 വണ്ടി, ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. ഓൾട്ടോ 75,000 കിലോമീറ്ററാണ് മീറ്റർ കാണിക്കുന്നത്. 2000 കിലോമീറ്റർ ആയിരിക്കുമോ? ഇത്രയും കൊല്ലം പഴക്കമുള്ള വണ്ടിയിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു മോഡലുള്ള 2015 വണ്ടി 16 വണ്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഹിസ്റ്ററി എടുത്താൽ കിട്ടും. ഈ 2009 വണ്ടിയുടെ കുറേ ഹിസ്റ്ററി എടുക്കാൻ പോയി കഴിഞ്ഞാൽ കിട്ടത്തോലുമില്ല. ഇത്രയും പഴക്കമുള്ളതുകൊണ്ടല്ലേ? അതെ. വണ്ടിക്ക് അകമൊക്കെ വൃത്തിയാണ്. ഇത് ബേസ് ആണല്ലേ? അതായത് LXI. അപ്പോൾ AC പവർ സ്റ്റിയറിംഗ്. സീറ്റ് കവർ ഇല്ല, പക്ഷെ വണ്ടിക്ക് അകമൊക്കെ കാണാൻ നല്ല വൃത്തിയുണ്ട്. ഇതിന് പക്ഷേ ടച്ച് ആൻഡ് പോളിഷോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അല്ല, അതിപ്പോൾ ടെസ്റ്റിന് വേണ്ടി ചെയ്തതായിരിക്കും. എന്തായാലും ടെസ്റ്റിന് സമയം ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്യണമല്ലോ. മറ്റേ സിറ്റില് അതിനുള്ള ഇത് ബാക്ക്ഗ്രൗണ്ട് കിടപ്പുണ്ടായിരുന്നല്ലോ, ബാക്കിൽ കിടപ്പുണ്ടായിരുന്നല്ലോ. ഇതിപ്പോൾ കഴിഞ്ഞ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാ. ടയറൊക്കെ ഒരു ആവറേജ് ടയർ. എത്ര ചോദ്യം? ഇത് വരുമ്പോൾ നമുക്കൊരു 120. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. ടെസ്റ്റ് കഴിഞ്ഞില്ലേ ഇതിന്റെ? 29 രൂപ പേപ്പറുണ്ട്. കഴിഞ്ഞ കൊല്ലം ചെയ്തല്ലോ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് വരുമ്പം 3rd or 4th അങ്ങോട്ടാണ്. ഇതൊരു ലോ ബഡ്ജറ്റാണ്. 2019 മേക്ക് 20 രജിസ്ട്രേഷനുള്ള ഡാറ്റ്സൺ റെഡിഗോയാണ്. ഇത് ഏകദേശം ഫ്രണ്ട് 2 പുതിയ ടയർ. ബാക്കും ഒട്ടും മോശമൊന്നുമല്ല, അത്യാവശ്യം നല്ല ടയർ. ബാക്കിലും പുത്തൻ ടയർ കിടക്കുന്ന നല്ല ടയറാണ്. ഇപ്പം 3 ടയർ പുതിയത്. എനിക്കൊന്ന് ഒരു ടയർ എന്തോ കുറവെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അത്യാവശ്യം കിടപ്പുണ്ട്. ഇത് വണ്ടി കുറെ കൂടി പുതിയതായതുകൊണ്ട് തന്നെ നല്ല ഫീലുണ്ട്, അകം കാണാനൊക്കെ നല്ല രസമുണ്ട്. 2019 മാനുഫാക്ചറിങ്, 20 രജിസ്ട്രേഷൻ. ഓട്ടം തോടി? ഓട്ടം 40 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 40,000 ഓടി. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ച വണ്ടിയാണ്. പിന്നെ 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC, പിന്നെ കമ്പനി ഇൻബിൽഡ് തന്നെ സ്റ്റീരിയോ വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, റിമോട്ട് കീ വരുന്നുണ്ട്. ഒരു വേണ്ടുന്ന എല്ലാ കലാപരിപാടികളും വരുന്ന വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് റേറ്റ് വരുമ്പം 2,75. അടുത്തത് ഒരു ഓട്ടോമാറ്റിക്കാണ്, സെലേറിയോ ആണ്. 2018 വണ്ടി. 2018 സെക്കൻഡ് ഓണർഷിപ്പ്, 39,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ടയർ തന്നെ നടക്കുന്നത്? ഫസ്റ്റ് ടയർ തന്നെ. VXI ആണ്, ഓട്ടോമാറ്റിക്കാണ് വണ്ടി. ഓട്ടോമാറ്റിക്. മൈലേജ് എന്താണ്? മൈലേജ് നമുക്ക് സാധാരണ സെലേറിക്ക് ഒരു 18 കിലോമീറ്റർ 17 കിലോമീറ്റർ നോർമലി കിട്ടും. ഇതൊരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ? ആൻഡ്രോയിഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ചെയ്തല്ലേ? സെപ്പറേറ്റ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ചെയ്ത സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് ഉണ്ട്. 4 ഡോർ പവർ വിൻഡോ ആണ്. സെൻട്രൽ ലോക്കും സെക്കൻഡ് കീയും എല്ലാം അവൈലബിൾ ആണ്. ബാക്ക് ടയറൊക്കെ ആവറേജ് ടയേഴ്സ്. എത്ര ചോദ്യം? ഇത് റേറ്റ് വരുമ്പോഴത്തേക്ക് 4,70.
470 കുറയോ? പിന്നെന്താ, കുറച്ച് കൊടുക്കാം. എത്ര ഉണ്ട് നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും? ആദ്യം നല്ല സിവിൽ സ്കോറുള്ള കസ്റ്റമറൊക്കെ ആണെങ്കിൽ ഒരു 30,000-40,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് മതി. അതായത് സിവിൽ 700-ന് മേളിൽ വേണം. പിന്നെ ബാങ്കുകാർ പറയുന്ന ട്രാക്കും കാര്യങ്ങളും, അതായത് അത്യാവശ്യം ട്രാൻസാക്ഷൻ അത്രയൊക്കെ ഉള്ളതാകുമ്പോൾ ഒരു 40,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 30,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റിൽ ചെയ്യാൻ പറ്റും. 2,65,000 സംതിങ് എന്തോ IDV കിടപ്പുണ്ട്. പുതിയ ഇൻഷുറൻസാണ്, കൂടി പോയി കഴിഞ്ഞാൽ ഒരു 2 മാസം കണ്ടാവുന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ അടുത്തതൊരു ചെറിയൊരു ലോ ബഡ്ജറ്റ്, അതായത് ചെറിയൊരു ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഓൾട്ടോ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇത്. 2016 മാനുഫാക്ചറിങ് രജിസ്ട്രേഷനുള്ള ഇയോണാണ്. 43,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി. എറ പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റാണ്. 43,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 4 പുതിയ ടയറും കാര്യങ്ങളും കിടപ്പുണ്ട്. ഇത് കിലോമീറ്റർ ജെനുവിൻ തന്നെയല്ലേ? ജെനുവിൻ കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അതായത് ഡോറ്, ബോണറ്റ്, ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. പിന്നെ ഇതിനു മുന്നേ ബമ്പറൊക്കെ മാറിയിട്ടുള്ള കേസ് ഉണ്ടെങ്കിലേ ഉള്ളൂ. മാറിയിട്ടുണ്ടോ? ഈ വണ്ടിയിൽ മാറിയിട്ടുണ്ടോ? ബമ്പറൊക്കെ മാറുന്നത് നമ്മൾ പോലും അങ്ങനെ കാര്യമായിട്ട് എടുക്കാറില്ല. ബമ്പറാകുമ്പോൾ മാറാൻ വേണ്ടി വെച്ചേക്കുന്നതാണല്ലേ. ഒരഞ്ഞാൽ കൊണ്ടുപോയി മാറണം. പൊട്ടയാണെങ്കിൽ മാറണം, ഒരഞ്ഞാൽ പെയിന്റ് അടിച്ചാൽ മതി. പിന്നെ എല്ലാ വണ്ടിയും നമ്പർ കാണിച്ചിട്ട് എടുക്കുന്നത്. ഹിസ്റ്ററി എടുത്തിട്ട് ഇങ്ങോട്ട് വിളിച്ചാൽ മതി, കുഴപ്പമില്ല. നമ്മൾ നമ്പർ ഒളിപ്പിച്ചെന്നുള്ളത് കണ്ടല്ലേ? ഇല്ല, നമ്മൾ കടയിൽ കിടക്കുന്ന വണ്ടിയുടെ ഫ്രണ്ടിൽ ബോർഡ് വെച്ചിരിക്കും. അപ്പം നമ്മുടെ കടയുടെ ഒരു പരസ്യം എന്ന രീതി വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നവർക്ക് നമ്മൾ വണ്ടി നമ്പർ എപ്പോഴും അയച്ചു കൊടുക്കും. ഓക്കെ, ഇത് എത്ര ചോദിക്കുന്നത്? എത്ര ഇത് റേറ്റ് നമുക്കൊരു 230-ന് കൊടുക്കാം. 230 ലാസ്റ്റ് പ്രൈസ് ആണോ? ഒരു 30,000 രൂപ ഡൗൺ പേയ്മെൻറ്റും കൊണ്ടുവരിക, വണ്ടി എടുത്തുകൊണ്ട് പോവുക. അല്ല, ലാസ്റ്റ് പ്രൈസ് ആണോ? കുറച്ച് കൊടുക്കാം, എല്ലാവർക്കും കുറച്ച് കൊടുക്കാനല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ശരി. ഇതിൽ ചെറിയ പെയിന്റിന്റെ പരിപാടികൾ ചെയ്യാൻ ഇവിടെ സ്ക്രാച്ച് ഉണ്ട്. അപ്പം വേണ്ടേ ഈ ഭാഗത്ത് ഇതൊക്കെ ടച്ചപ്പ് ചെയ്യാൻ വലിയ ചെയ്ത് കൊടുക്കാമെന്നായിരുന്നു, വലിയ ചിലവുള്ള കാര്യമൊന്നുമില്ല. അടുത്തത് 2024 മോഡല് വാഗനാറാണ്. നമുക്കിതൊരു 1.25 ലക്ഷം രൂപ കുറച്ചാൽ കൊടുക്കാം. 1.25 ലക്ഷം കുറച്ച് കൊടുക്കാമോ? കുറച്ച് കൊടുക്കാം. 10,000 ഓടിയിട്ടുള്ളൂ. 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി ടയറും എല്ലാം സ്റ്റോക്ക്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രോപ്പർ സർവീസ്. 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ആ സീറ്റിൽ പോലും അഴുക്ക് പോലും ഇല്ല. ഇത്രയും നീറ്റായിട്ട് കിടക്കുന്ന വണ്ടിയാണ്. വലുതായിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. 2024 ഫെബ്രുവരി വേണ്ട. ഇപ്പോൾ ഒരു കൊല്ലം തികഞ്ഞതേ ഉള്ളൂ. ഡേറ്റ് എഴുതി കിടപ്പുണ്ട്. 2026/2/2024 രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. നമ്മൾ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 3 സർവീസ് കഴിഞ്ഞു എന്നുള്ളതല്ലേ? അതെ, അത് മാത്രമേ ഉള്ളൂ. കവറൊക്കെ അതാ ഇവിടെ തന്നെ കിടപ്പുണ്ട്. സീറ്റ് കവർ പൊട്ടിച്ചു, പക്ഷെ എടുത്ത് മാറ്റിയിട്ടില്ല, അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിക്കെല്ലാം ഈ പറയുന്നതൊക്കെ ക്രൂസ്, ട്രാക്ഷൻ കൺട്രോളും മറ്റേ ഓട്ടോ ഓഫും എല്ലാം വരുന്ന പുത്തൻ വണ്ടി. പുതിയ വണ്ടിക്ക് 7,30,000 രൂപ വിലയുണ്ട്. നമുക്കിതൊരു 5,90,000 രൂപയ്ക്ക് കൊടുക്കാം. 590 ഒരുവിധം മാന്യമായ വിലയാണ്. പുതിയ വണ്ടി, 10,000 ഇൻഷുറൻസും എല്ലാം കിടപ്പുണ്ട്. വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്പേഴ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അല്ല, സ്ക്രാച്ച് ഇല്ലെന്ന് പറയാം. കുഞ്ഞൊരു സ്ക്രാച്ച് ഉണ്ട്. ഈ സൈഡ് ഞാൻ കണ്ടില്ല, അതാ ഞാൻ പറഞ്ഞു. ഏതേ ഈ ഡോറിൽ അത് അടുത്ത് എന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. ഈ സൈഡിൽ എന്തെങ്കിലും ഇല്ലാത്ത കാര്യമൊക്കെ പറയുന്നത് എവിടെയാണ്? അത് ബാക്കിലുണ്ട്. ഓ, ഈ കാണുന്നോ? ആ, അതൊക്കെ ഒരു സ്ക്രാച്ച് ആയിട്ട് ആരെങ്കിലും പറയുമോ? അങ്ങനെ നീ പറയണേ, ഇവിടെ ഒരു അല്ലെങ്കിൽ നമ്മള് കസ്റ്റമർ എന്നിട്ട് പറയും നിങ്ങളെല്ലാം സ്ക്രാച്ച് ഇല്ലെന്ന് സ്ക്രാച്ച് ഉണ്ടല്ലോ. അങ്ങനെ നോക്കിയാൽ ചെറിയ 1-2 സ്ക്രാച്ചുകളുണ്ട്. ഇത് 2018 മോഡല് എസ്ക്രോസ് ആണ്. ഡീസലാണ്. 1.3 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന മോഡല്. എന്തോ ഓടിയിട്ടുണ്ട്? 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സീറ്റയാണ് ഓപ്ഷൻ വരുന്നത്. അലോയ് വീൽസ് അല്ലേ? അലോയ് വീൽസ്, അതായത് ഫുൾ ഓപ്ഷൻ താഴെ നിൽക്കുന്നത്, തൊട്ട് താഴെ വരുന്നല്ലേ. ഇതിലാണെങ്കിൽ എല്ലാ ഇതും വരുന്നുണ്ട്. അതായത് പുഷ് സ്റ്റാർട്ട് ബട്ടൺ വരുന്നുണ്ട്, ക്ലൈമറ്റ് കൺട്രോൾ, AC വരുന്നുണ്ട്, കീലെസ് എൻട്രി വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ഈ ടച്ച് സ്ക്രീൻ ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. ടച്ച് സ്ക്രീന് ഇതിലിപ്പോൾ സെപ്പറേറ്റ് ചെയ്തേക്കുന്നതാണ് ആൻഡ്രോയിഡ്. ഇതിന്റെ ഫുൾ ഓപ്ഷനുമായിട്ട് വ്യത്യാസം ഈ ടച്ച് സ്ക്രീനിന്റെ മാത്രമേ ഉള്ളൂ. അലോയ് വീൽസും വരുന്നുണ്ടല്ലോ. അലോയ് വീൽസും വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ബാക്ക് ടയറൊക്കെ ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. ഫ്രണ്ട് 2 പുതിയ ടയർ കിടപ്പുണ്ട്, ബാക്ക് 2 ആവറേജ് ടയറാണ്. എത്ര ചോദ്യം? ഇത് ചോദ്യം വരുമ്പോൾ 7,70,000 രൂപ.
ഇത് ഇറങ്ങിയപ്പോൾ എന്തുവാണ്? ഇത് ഡീസലാന്ന് ഇറങ്ങിയപ്പോൾ എങ്ങനെ പോയാലും ഒരു 11-12 രൂപയുടെ അകത്ത് വിലയുണ്ട്. ആ റേഞ്ച് വരും. കാരണം സീറ്റാന്ന് പറയുന്ന മോഡലാണ്. ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ അത്യാവശ്യം ബൂട്ട് സ്പേസും ഒക്കെ വരുന്ന മോഡലാണ്. നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. നല്ല ബൂട്ട് സ്പേസ് ആണ്. പിന്നെ ഇന്റീരിയർ ഫുൾ ബ്ലാക്കാണ് വരുന്നത് എസ് ക്രോസിന്. കാരണം റൂഫ് ഒഴികെ ബാക്കിയെല്ലാം ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത്. കൊള്ളാം, വണ്ടി കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. കളർ ഫെയ്ഡൊന്നും വന്നിട്ടില്ല. ആ രീതിയിലൊക്കെ നോക്കിയാൽ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയാണ്. പിന്നെ പൊടി, ഈ റോഡ് പണി നടക്കുന്നതിൻ്റെ നല്ല പൊടിയുണ്ട്. ഇപ്പം കഴുകിയിട്ടതാണ്, പക്ഷേ പൊടി നല്ല രീതിയിലുണ്ട്. ഇത് 2012 മോഡല് ഹോണ്ട സിറ്റിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്കാണ് വണ്ടി. CVT ഗിയർ ബോക്സ് വരുന്ന ഓട്ടോമാറ്റിക്കാണ്. ഫുൾ ഓപ്ഷനാണ്. അലോയ് വീലും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. ഏത് വർഷമായിരുന്നു? 2012. ഡീസലാ പെട്രോളാ? പെട്രോൾ. അന്നൊക്കെ പെട്രോൾ മാത്രമേ ഉള്ളൂ. ഡീസൽ 14 മുതൽ ഇറങ്ങണം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നല്ല സീറ്റ് കവേഴ്സ്, ക്രൂസ് കൺട്രോളും കാര്യങ്ങളെല്ലാം വരുന്ന മോഡലുമാണ്. എല്ലാം വരുന്ന മോഡലാണ്. 4 പവറിന്റെ ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ, അന്നത്തെ ഫുൾ ഓപ്ഷൻ. അത് പറഞ്ഞൊരു കാര്യം, ഇത് ബ്ലാക്ക് കളർ തന്നെ അല്ലേ? അല്ല വെയിലത്തിന് നീലമായിട്ട് തോന്നുന്നു. അല്ലല്ല, ബ്ലാക്ക് തന്നെയാണ്. ബ്ലാക്ക് തന്നെയാണ്, ഫുൾ ബ്ലാക്ക്. എറണാകുളം വണ്ടിയാണ്. നിലവിലെ ഓൺഷിപ്പ് തേർഡാണ്. എത്ര ചോദിക്കുന്നത്? ഇത് റേഞ്ച് വരുമ്പോൾ നമുക്ക് ഒരു 4 ലക്ഷം രൂപയാണ് ആസ്കിങ് പ്രൈസ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു മൈലേജ് പറഞ്ഞാൽ എത്ര വരെയൊക്കെ പറയാൻ പറ്റും? CVT ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് ഏറ്റവും മാക്സിമം കിട്ടുന്നത് 14 വരെ പോകും. 12 to 14 നമ്മൾ കൂട്ടിയാൽ മതി. കാര്യം നമുക്ക് ഡിപ്പെൻസ് കണ്ടീഷൻ അനുസരിച്ചൊക്കെ പറയാൻ പറ്റും. അടുത്തത് ഡിസയർ ആണ്. ഇതൊരു 2011 മോഡൽ വണ്ടിയാണ്. ഇത് സിംഗിൾ ഓൺഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. 1,68,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലാണ്. VDI ഓപ്ഷനാണ് വണ്ടി. VDI 5 അലോയ് വീലും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. സ്റ്റെപ്പിന് വെച്ചേക്കുന്ന അലോയ് വീലാണ്. സ്റ്റെപ്പിന് വെച്ചേക്കുന്ന അലോയ് വീലാണ്. കൊള്ളാം. കുറച്ച് തുരുമ്പുണ്ടെന്ന് തോന്നുന്നു. ടയറൊക്കെ ആവറേജ് ആണ്. വണ്ടിക്കകം നോക്കുമ്പം അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ വണ്ടിക്കകം ഇരിപ്പുണ്ട്. 4 പവറിൻ്റെ ആണ്. മാനുവലാണ്. നല്ലൊരു സീറ്റ് കവർ ഉണ്ട്. ഇതിൻ്റെ മേജർ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിടക്കാം. സർവീസ് കാര്യങ്ങൾ കഴിഞ്ഞതാണ്. 160 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഈ ടെസ്റ്റ് എന്ന് വരും? ടെസ്റ്റ് അടുത്ത കൊല്ലം വരും. അടുത്ത കൊല്ലം വരും. ഇത് ഷോറൂമിൽ ഇപ്പോഴും കയറുന്ന സർവീസിനുള്ള വണ്ടിയാണ്. ആണോ? അപ്പോൾ ഷോറൂമിലും ചെയ്തിട്ടുണ്ട്, വെളിയിലും ചെയ്തിട്ടുണ്ട്. സർവീസ് അല്ല, തുരുമ്പൊന്നുമില്ല. ഇല്ല. ഇനിയിപ്പം അടുത്ത കൊല്ലം ടെസ്റ്റിന്റെ സമയമാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്യും. അതിനുള്ള വർക്കുകളൊക്കെ പെൻഡിങ് കിടപ്പുണ്ട്. ഓക്കെ. അത് സംഭവം ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഉടനെ എടുക്കുകയെന്നുണ്ടെങ്കിൽ അതൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെന്താ, ചെയ്ത് കൊടുക്കാം. ഇവിടെയൊക്കെ ഇച്ചിരി വർക്ക് ചെയ്യാനുണ്ടല്ലേ? ഇത് നമ്മളൊരു എക്സ്ചേഞ്ച് കഴിഞ്ഞ മാസം അവസാനം ഒരു 8 ഗിയർ എക്സ്ചേഞ്ച് എടുത്തതാണ്. അതായത് കസ്റ്റമർ വണ്ടി തന്നു, നമ്മളിൽ നിന്ന് ഒരു സിംഗിൾ ഓൺഷിപ്പ് ഒരു എർട്ടിഗ, ഒരു വൈറ്റ് വണ്ടിയായിട്ട് എക്സ്ചേഞ്ച് എടുത്ത വണ്ടി. ഓക്കെ. എത്ര ചോദ്യം? എത്രയാണ് ഇത്? നമുക്കൊരു 240 എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കുഴപ്പമില്ല. അത് 10-11 നമ്പർ. വേറെ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഐ മീൻ റീപ്ലേസോ അങ്ങനെ എന്തെങ്കിലും? റീപ്ലേസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ബോണറ്റ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ? പിന്നെന്താ, ഫ്രണ്ട് സൈഡൊന്നും കുഴപ്പമൊന്നുമില്ല. അബ്രോണൊക്കെ ഒറിജിനലാണ്. ബോണറ്റ് മാറിയിട്ടുണ്ട്. ഈ ക്രോസ് ബാർ മാറിയിട്ടുണ്ട്. മറ്റില്ല, നമ്മളെ സ്വിഫ്റ്റിന് പറഞ്ഞ പോലെ ഇത് മാറിയിട്ടുണ്ടോ? ക്രോസ് ബാർ മാറിയിട്ടുണ്ട്. ഈ സാധനം മനസ്സിലായി. ചില കസ്റ്റമറിന് മനസ്സിലാക്കും ക്രോസ് ബാർ എന്നൊക്കെ പറയുമ്പോൾ എന്ത് വലിയ സംഭവം ആയിരിക്കും ഈ ഒരു യൂണിറ്റ്. അതിപ്പം ഒരു ബമ്പറിൽ ഒരു ഇമ്പാക്റ്റ് കിട്ടിയാലും സ്വാഭാവികമായിട്ട് തന്നെ എടുക്കും. കാരണം ഇവിടം വരെ ബോണറ്റ് ഉണ്ട്. പിന്നെ വേറെ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. എൻജിൻ സൈഡ് ഭാഗങ്ങൾ അങ്ങനൊന്നും ലീക്കൊന്നുമില്ല. ഇല്ല. എത്ര ചോദിക്കുന്നത്? വന്നില്ലേ 240 അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വലിയ ലാഭമൊന്നും വേണ്ട. ഇതിന് ലോൺ കിട്ടുമോ? 11 വണ്ടിയല്ലേ, പറ്റില്ല. കാരണം അടുത്ത കൊല്ലം ടെസ്റ്റ് വരും. പിന്നെ വെച്ചാൽ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പം ശ്രീറാമു എല്ലാം കൊടുത്ത ചെറിയ തുകയായപ്പം കാരണം ഒരു കൊല്ലം ഡ്യൂറേഷനേ ഉള്ളു ടെസ്റ്റിന്. അതായത് ഇപ്പോഴത്തെ ഒരു കൊല്ലം, അതായത് ഇപ്പോൾ ഫെബ്രുവരി, ഇനി 10 മാസം. അടുത്ത കൊല്ലം ചിലപ്പോൾ ഒരു ജൂണിലൊക്കെ ആണെങ്കിൽ കൂടി പോയാലും 12 മാസത്തിനല്ല, ഒരു 15 മാസത്തിനകത്തല്ലേ ഡ്യൂറേഷൻ വരുന്നുള്ളൂ. ടാക്സ് തീരുന്നതിന് 1 മാസം മുന്നേ ലോണും തീരുകയും വേണം. മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇത് 2014 മോഡല് പെട്രോൾ വണ്ടിയാണ്.
ഫുൾ ഓപ്ഷൻ എന്ന് പറയാം. വി എന്ന് പറയുന്ന വേരിയൻ്റാണ്. പെട്രോളാണ്. 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ വണ്ടിയിൽ ഫുൾ TRD കിറ്റ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓൺഷിപ്പാണ്. കാരണം അലൈ വീലും കാര്യങ്ങളെല്ലാം വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓട്ടം തോടി 51,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ. ടൊയോട്ട തന്നെ സർവീസ് ഉള്ള വണ്ടിയാണ്. സെക്കൻഡ് കീയും സർവീസ് ബുക്ക് എല്ലാം ഇരിപ്പുണ്ട്. ഫോർഡ് പവർ വിൻഡോ ഫുൾ ഓപ്ഷൻ അല്ലേ? ആ കാര്യങ്ങൾ പിന്നെ നമ്മൾ വലുതായിട്ട് പറയണ്ടല്ലോ. ഇപ്പോൾ നമ്മളെ ഇവിടെ കടയിൽ കിടക്കുന്നതിലൊരു ഒട്ടുമിക്ക വണ്ടികൾക്ക് സെക്കൻഡ് ഗിയർ ഇപ്പോൾ ഉണ്ട്. സെക്കൻഡ് ഗിയർ സാധാരണ ചിലപ്പോൾ ചില കിട്ടാറില്ല സെക്കൻഡ് ഗിയർ. ഇപ്പോൾ കിടക്കുന്ന നമ്മൾ മുമ്പ് കണ്ട ഡിസൈറിനാണെങ്കിലും ഉണ്ട്, വാഗനാറിനും ഉണ്ട്. അങ്ങനെ മിക്ക വണ്ടിയില്ലേ? ഹോണ്ട സിറ്റിയിലും കിടപ്പുണ്ട് സെക്കൻഡ് ഗിയർ. ഇത് എത്ര ചോദ്യം എത്രയാണ്? ഇത് റേറ്റ് വരുമ്പോൾ നമുക്കൊരു 4,20,000 രൂപയ്ക്ക് കൊടുക്കാം. കുറയ്ക്കാടോ, നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയല്ലേ ഇരിക്കുന്ന. അപ്പൊ പിന്നെ കുറച്ച് പറ, അപ്പൊ കുഴപ്പമില്ലല്ലോ. ചേടാ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരു 4 ലക്ഷം രൂപയ്ക്ക് തന്നേക്കാം. 4 ലക്ഷം രൂപ അത് ലാസ്റ്റ് പ്രൈസ് ആണ്. അത് ലാസ്റ്റ് പ്രൈസാ. ഇനി ചോദിക്കരുത്. ഇനിയും ചോദിക്കത്തില്ല. കൊള്ളാം, വണ്ടി കാണാനേ കൊള്ളാം. ആക്സിഡന്റ് കേസ് ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഷോറൂം സർവീസാണ്. നമ്പർ ഉൾപ്പെടെ കാണിച്ചിട്ടുണ്ട്. ഹിസ്റ്ററി എടുക്കാവുന്നേ ഉള്ളൂ. അടുത്ത ഹോണ്ട സിറ്റി 2016 മോഡല്. സിംഗിൾ ഓൺഷിപ്പാണ്. 1,28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. SP എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഫ്രണ്ട് 2 പുതിയ ടയർ, ബാക്ക് ടയർ ആവറേജ് ആണ്. ആവറേജ് അല്ലാതെ മാറാൻ സമയം മാറി കൊടുക്കുന്നത്. ഇത് മിഡിലാണോ ടോപ്പാണോ? ഇത് ടോപ്പിന് തൊട്ട് താഴെ. ടോപ്പ് വരുമ്പോൾ EZX വരും. ഇതാകുമ്പോൾ SP എന്ന് പറയുന്ന വേരിയൻ്റ്. പക്ഷേ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലല്ലേ? ഇതിൽ ക്രൂയിസ് കൺട്രോൾ വരും, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും, ക്ലൈമറ്റ് കൺട്രോൾ AC വരും, ബാക്ക് AC വരുന്നുണ്ട്, ഫ്ലോർ മാറ്റ് ഉണ്ട്, നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ബാക്ക് 2 ടയർ മാറണം, നമ്മളത് മാറി കൊടുക്കും. ഓക്കെ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? റീപ്ലേസ് ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് റേറ്റ് വരുമ്പോഴത്തേക്ക് 5,30,000 രൂപ. ലാസ്റ്റ് പ്രൈസ് ആണോ? കുറച്ച് കൊടുക്കാം. എന്തെങ്കിലും കൂടി കുറയും. ഇൻഷുറൻസ് ലൈവ് കിടപ്പുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ബമ്പറൊക്കെ ഞങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ട്. ചെറിയ റീപെയിന്റ് ഒക്കെ ബമ്പർ, ഫ്രണ്ടും ബാക്കും ബമ്പറൊക്കെ റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ചെയ്തതാണ്. ഇത് 2014 മോഡല് വോക്സ്വാഗൻ പോളോ ഹൈലൈനാണ്. എന്ത് ഓടിയിട്ടുണ്ട്? 1,12,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3ാമത്തെ ഓൺഷിപ്പാണ്. ഫുൾ ഓപ്ഷനാണ്. ഹൈലൈനാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും വരുന്ന മോഡലാണ്. ടയർ 4 ഒരു 10-30,000 കിലോമീറ്റർ ഓടാൻ കിടപ്പുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. ഫോർഡോ പവറിൻ്റെ അല്ലേ? ഫോർഡോ പവറിൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ ആണോ? അത് ഞാൻ കേട്ടില്ല. വണ്ടിക്കകമൊക്കെ കാണാൻ കൊള്ളാം, വൃത്തിയൊക്കെ ഉണ്ട്. പക്ഷെ പെയിന്റ്, ഈ ബ്ലാക്കിനകത്തൊക്കെ ഉള്ള ഒരു പെയിന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ. അല്ല, അതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ പോളിഷ് ചെയ്താൽ കൊടുക്കാം, അപ്പം മാറുമല്ലേ? പിന്നെ ഓക്കെ, കൊള്ളാം. വണ്ടിക്കകമൊക്കെ കാണാൻ കൊള്ളാം. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 3 ലക്ഷത്തി എത്ര രൂപയ്ക്ക് കൊടുക്കണം പറ? 3 ലക്ഷത്തി എത്ര രൂപയ്ക്ക് കൊടുക്കാം? എത്ര രൂപയ്ക്ക് കൊടുക്കും പറ? ഇത് വില പറയണോ? ഞാൻ പറയുമ്പോൾ ഞാൻ എപ്പോഴും കസ്റ്റമറിന്റെ ഷെയർ എന്നേ പറയത്തുള്ളൂ. അപ്പോൾ ഞാൻ 3 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ 3 ലക്ഷം കൊടുക്കുമോ? കൊടുക്കാം. നമുക്കൊരു 3,20,000 രൂപയ്ക്ക് കൊടുക്കാം. അപ്പോഴേ 20,000 കൂടിയിട്ടുണ്ട്. കൊടുക്കാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് 2011 മോഡല് ഡീസൽ i20 ആണ്. മാഗ്നയാണ്. അലോയ് വീലൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറൊക്കെ ആവറേജ് കണ്ടീഷൻ. ഫ്രണ്ട് പുതിയ ടയറാന്ന് തോന്നുന്നു. ബാക്ക് ആവറേജ് ടയറേ ഉള്ളൂ. ഫ്രണ്ട് നല്ല ടയറാണ് കിടക്കുന്നത്. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. കിലോമീറ്റർ ഇത് 1 lakh എന്തോ ഓടിയിട്ടുണ്ട്. 1 lakh കഴിഞ്ഞോ? 1 lakh കഴിഞ്ഞെന്ന് തോന്നുന്നു. ഫോർഡോ പവർ വിൻഡ് ആണല്ലേ? മാഗ്നയാണ്. ഇപ്പോൾ ഫോർഡോ പവർ വിൻഡ് വരും, ഇമ്പിൾഡ് സെറ്റ് വരും, ക്ലൈമറ്റ് കൺട്രോൾ AC ഉണ്ട്, നല്ല സീറ്റ് കവറുണ്ട്, മാനുവലാണ്, ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്. വണ്ടി പഴയ വണ്ടിയാണെങ്കിലും ഡോറിനൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴം പോലൊന്നും ആയിട്ടില്ല. അടുത്ത കൊല്ലം ടെസ്റ്റ് വരും വണ്ടി. അടുത്ത കൊല്ലം? അതെ 11 വണ്ടിയാണ്. ഓക്കെ. ബാക്ക് ടയർ ആവറേജ്, ഫ്രണ്ട് നല്ല ടയറാണത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ട് ഇല്ല, ഒന്നുമില്ല.
ഇന്റീരിയർ കാണാനൊക്കെ കൊള്ളാം. വലിയ പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതേപോലെ അത്യാവശ്യം നല്ല അലോയ്വീൽസൊക്കെ തന്നെയാണ്, തുരുമ്പൊന്നുമില്ല. ആ രീതിയിലെല്ലാം വണ്ടി കാണാനൊക്കെ കൊള്ളാം. നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. എത്ര ചോദിക്കുന്നത്? നമുക്കൊരു കസ്റ്റമർ പാർക്കൻസിൽ ഇട്ടേക്കാണ്. പുള്ളി 2.5 ചോദിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. പുള്ളി അടുത്ത് സംസാരിച്ച് 2.5 പുള്ളിക്ക് വേണ്ടെന്ന് ചോദിക്കുന്നത് അല്ലേ? അതെ. പിന്നെ നമുക്കൊരു ഫൈനലായിട്ടൊന്ന് സംസാരിച്ച് റേറ്റിംഗ് എടുത്ത് തരാം. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള എന്നാൽ ഭീമം വിലയുള്ള വണ്ടികളും അല്ലാത്ത ഏറ്റവും പുതിയ വണ്ടി 5.25 ലക്ഷം, 5.85 ഇല്ലേ, 5.90 ആ റേഞ്ചിനൊക്കെ ഉള്ള ടൈപ്പ് വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോ ആയിരുന്നു. 1-2 വണ്ടികൾക്ക് മാത്രം ചെറിയ അപാകതകളുണ്ട്. പിന്നെ ഒരു വണ്ടിയുടെ അലോയ് വീൽസിന് ചെറിയ തുരുമ്പുണ്ട്. അല്ലാത്ത പക്ഷം എൻ്റെ കണ്ണിൽ കാണത്തക്ക രീതിയിലുള്ള മോശമായിട്ടുള്ള കണ്ട ഒരു വണ്ടി പോലും ഇല്ലായിരുന്നു. അത് ഞാൻ അതേപോലെ ജെനുവിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഒരു നല്ല മെക്കാനിക്കലിനെ കൂടി കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്തെടുത്തുകൊണ്ട് പോകണം. പുട്ടിയാണോ, റീപെയിൻറ്റ് നൈസിന് കയറിയതാണോ, ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തെടുത്തുകൊണ്ട് പോകേണ്ടതാണ്. ഓട്ടിച്ചിട്ട് വണ്ടികൾ കാണിച്ചു തരുന്ന ഒരു യൂട്യൂബേഴ്സിനും അത്രയും ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ആ പരിമിതി നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇതുപോലെ ചെയ്യുന്ന എല്ലാ യൂട്യൂബേഴ്സിനും വേണ്ടിയും കൂടിയാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി റീസണബിളായ പ്രൈസിന് നിങ്ങൾക്ക് ഇത് ഉതകും എന്നുള്ള പ്രതീക്ഷയോടു കൂടിയും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.